Hi guys, welcome back to another video. Welcome back to my channel. Guys, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബേസിക് മുതൽ അഡ്വാൻസ്ഡ് ഉള്ള ഒരു ക്യാൻഡിൽ അനാട്ടമി ആണ് നോക്കാൻ പോണത്. 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാൻഡിൽസ് നമുക്ക് നോക്കാം, എന്നിട്ട് ബാക്കി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ വെൽക്കം ടു ദി വീഡിയോ ഗൈസ്. Target hit. Let's go. Let's go. Let's go. Didn't even get to cross. ആദ്യം തന്നെ നമുക്ക് ബേസിക്സിൽ നിന്ന് തുടങ്ങാം. ദിസ് ഇസ് എ ബുള്ളിഷ് ക്യാൻഡിൽ, ദിസ് ഇസ് എ ബെയറിഷ് ക്യാൻഡിൽ. അപ്പോൾ ബുള്ളിഷ് ക്യാൻഡിലിന്റെ അനാട്ടമി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓപ്പൺ ഇവിടെ ആയിരിക്കും ഓപ്പൺ ആവുന്നത്. ക്യാൻഡിൽ ഓപ്പൺസ് ഹിയർ. ദിസ് വിൽ ബി ദ ലോ, ഇവിടെ ആയിരിക്കും ലോ ഫോം ആവുന്നത്. ദിസ് വിൽ ബി ദ ഹൈ ആൻഡ് ദിസ് വിൽ ബി വെയർ ദ ക്യാൻഡിൽ ക്ലോസസ്. സോ ഇത് ബേസിക് ഐഡിയ ആണ് ഗൈസ്. ലോ, ഓപ്പൺ, ക്ലോസ് ആൻഡ് ഹൈ. അപ്പോൾ ഇവിടെ ക്യാൻഡിൽ ഓപ്പൺ ആവുന്നു, ഒരു ലോ ഫോം ആവുന്നു, then it pushes up, ക്ലോസ് ആവുന്നു, ഹൈ ആവുന്നു. ഫോർ എക്സാമ്പിൾ ഗൈസ്, ഞാൻ എക്സാമ്പിൾ ആണ് പറയുന്നത്. സോ ഇഫ് ഇറ്റ്സ് എ പ്രൈസ് ഓപ്പൺ ഒരു $10 ഓപ്പൺ ചെയ്തു, ഒരു $8 വരെ ലോയിലോട്ട് പോയി, ദിസ് വിൽ ബി എ ലോ, ആൻഡ് ഹൈ ഒരു $25 വരെ പോയി ആൻഡ് ക്ലോസസ് അറ്റ് $20. സോ ദിസ് ഇസ് ദ ലോ, ദിസ് ഇസ് ദ ഹൈ, ആൻഡ് ഇവിടെ ഓപ്പൺ ആൻഡ് ഇവിടെ ക്ലോസ്. സോ ദിസ് ഇസ് എ ബേസിക് അനാട്ടമി ഓഫ് എ ബുള്ളിഷ് ക്യാൻഡിൽ ഗൈസ്. ഇനി നമ്മൾ ബാരിഷിൽ നോക്കുമ്പോൾ ഓപ്പൺ ആവുന്നത് എവിടെയായിരിക്കും? അറ്റ് ദ ടോപ്പ്, ഇവിടെ ആയിരിക്കും ക്യാൻഡിൽ ഓപ്പൺ ആവുന്നത്. ആൻഡ് ഇവിടെ ഒരു ഹൈ ഫോം ആവും, പുഷസ് ടു ദിസ് ലോ, ആൻഡ് ഇവിടെ ആയിരിക്കും ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ ബേസിക് അനാട്ടമി ഓഫ് എ ബാരിഷ് ക്യാൻഡിൽ ഗൈസ്. ആൻഡ് പ്രൈസ് ലെറ്റ്സ് ഓപ്പൺ ആവുന്നത്, ലെറ്റ്സ് ഇവിടെ ഒരു 20 ഓപ്പൺ ആയി, ഒരു 25 വരെ പോയി, 8 ഒരു ലോ വന്നു ആൻഡ് 10 ക്ലോസ് ചെയ്തു. So guys, this is the basic idea of a bullish candle and a bearish candle. Guys, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഐഡിയ നോക്കാം. ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വിത്ത് നോ വിക്ക് അറ്റ് ദ ടോപ്പ് ആൻഡ് എ ബെയറിഷ് ക്യാൻഡിൽ വിത്ത് നോ വിക്ക് അറ്റ് ദ ബോട്ടം. ഗൈസ്, ഇതിന്റെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബുള്ളിഷ് ക്യാൻഡിലിന്റെ ടോപ്പ് വിക്ക് ഫോം ആയിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിലിന്റെ ചാൻസസ് ആർ 50-50. നെക്സ്റ്റ് ക്യാൻഡിൽ either can push up or താഴോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. പ്രോബബിലിറ്റി ആട്ടോ ഞാൻ ഗൈസ് ഞാൻ പറയുന്നത്. ആൻഡ് ദിസ് ഈസ് പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയണതാണ്. സോ ഒരു ടോപ്പിക് ഇല്ലാത്ത ബുള്ളിഷ് ക്യാൻഡിലിന് ഒരു ടോപ്പ് റേഞ്ച് ഇല്ല. പ്രൈസ് ജസ്റ്റ് ഡിഡ്ന്റ് ട്രൈ ടു പുഷ് അപ്പ് ആഫ്റ്റർ, ഒരു ഹൈ ഫോം ആയിട്ടില്ല. സോ ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ വരുമ്പോൾ ഞാൻ യൂഷ്വലി അടുത്ത ക്യാൻഡിൽ ഈവൻ ഇഫ് ഇറ്റ്സ് ബ്രേക്ക് ദ ഹൈ, ഞാൻ ട്രേഡ് എൻ്റർ ചെയ്യാറില്ല. അപ്പം ഞാൻ എന്തിനായിരിക്കും വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ മേ ബി നെക്സ്റ്റ് ക്യാൻഡിൽ ക്യാൻ ക്ലോസ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു ക്യാൻഡിൽ ക്ലോസ് ആകാനുള്ള ചാൻസ് ഉണ്ട്. So ഇത് കഴിഞ്ഞിട്ട് ഒരു ക്യാൻഡിൽ, നെക്സ്റ്റ് ക്യാൻഡിൽ can maybe form like this, then we can buy up. Then അടുത്ത ക്യാൻഡിൽ പുഷ് അപ്പ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു സപ്പോർട്ട് ഫോം ആയി, and this is also in an uptrend, so we know that price can probably push up. സോ ഇങ്ങനെയായിരിക്കും ഞാൻ ഒരു ടോപ്പ് വിക്ക് ഇല്ലാത്ത ക്യാൻഡിൽ ഞാൻ എപ്പോഴും ഇങ്ങനെയായിരിക്കും ട്രേഡ് ചെയ്യണത്. ഐ ഡോണ്ട് എൻ്റർ വെൻ ഈ ഹൈ ബ്രേക്ക് ആകുമ്പോൾ ഞാൻ എൻ്റർ ചെയ്യാറില്ല, ബിക്കോസ് നെക്സ്റ്റ് ക്യാൻഡിൽ ഹാസ് എ ചാൻസ്, 50-50 ചാൻസ് ആണ് ടു പുഷ് അപ്പ് ഓർ പുഷ് ഡൗൺ. ഗൈസ്, ഇനി നമുക്ക് ബെയറിഷ് ക്യാൻഡിലിൽ ലോവർ വിക്ക് ഇല്ലെങ്കിൽ സെയിം തന്നെ, ബുള്ളിഷ് ക്യാൻഡിലിന് നമ്മൾ സെയിം പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും ബെയറിഷ് ക്യാൻഡിലിൽ ലോവർ വിക്ക് ഇല്ലെങ്കിൽ. എന്ന് പറഞ്ഞാൽ താഴോട്ട് റേഞ്ച് ഇല്ല മാർക്കറ്റിന് പോകാനായിട്ട്. ഗൈസ്, അപ്പോൾ എപ്പോഴും ബെയറിഷ് ക്യാൻഡിലിന് ഒരു ലോവർ വിക്ക് ഇല്ലാണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ ഹാസ് എ 50-50 പ്രോബിലിറ്റി, ബിക്കോസ് താഴോട്ട് റേഞ്ച് ഇല്ല. സോ ഇറ്റ്സ് ഹാസ് എ 50-50 പ്രോബിലിറ്റി, either it can push down or push up. So what we do is നമ്മൾ ഇതിന് വെയിറ്റ് ചെയ്യും. Let's say if price can maybe push up, then we wait for a resistance to form. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഫോം ആവണമെങ്കിൽ, now there is a resistance form here, and if the next candle breaks the low, then we can sell. ഇതൊരു ഡൗൺ ട്രെൻഡിലാണെങ്കിൽ. സോ ദിസ് ഈസ് ദ ഐഡിയ ബിഹൈൻഡ് bearish candle closing with no wick at the bottom and a bullish candle closing with no top wick. No top wick ഇല്ലാണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ ഗൈസ് ഓൾവേസ് നോട്ട്, ഒരു ബുള്ളിഷ് ക്യാൻഡിലിന്റെ ടോപ്പ് വിക്ക് ഇല്ലാണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എ 50-50 പ്രോബബിലിറ്റി അടുത്ത ക്യാൻഡിൽ എന്ത് ചെയ്യുന്നു, 50-50. ബെയറിഷ് ക്യാൻഡിൽ ബോട്ടം വിക്ക് ഇല്ലാണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് എ 50-50 ചാൻസ് നെക്സ്റ്റ് ക്യാൻഡിൽ ക്യാൻ either push up or push down. So guys, this is the idea. Guys, അപ്പോൾ next example is a bearish candle with no top wick and a bullish candle with no bottom wick. Guys, അപ്പോൾ ഇങ്ങനെ ഒരു candle form ആവുമ്പോൾ
bearish candle with no top wick, ഇതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ പ്രൈസ് didn't even try to push up എന്ന് പറഞ്ഞ ഒരു ഹൈ ഫോം ആയില്ല, പ്രൈസ് just came down എന്ന് പറഞ്ഞാൽ ഇവിടെയാണല്ലോ we know that with candle anatomy, candle ഇവിടെയാണ് ഓപ്പൺ ആവുന്നത്, candle ഓപ്പൺ ആയി it just came down, so this means there is a lot of bearish volume in the market. So if the next candle can break this low, there is a very high probability price can push down in a downtrend. Okay, and same idea with bullish candle, guys. So bullish candle didn't even try to form a lower wick, that means price just opened here and pushed up, so that means there is a lot of bullish volume in the market. ഒരു ഇവിടെ ഓപ്പൺ ആയി just went like straight up, so the next candle has a very high probability breaking this high, it can push up. So this is the idea behind when there is no top wick for a bearish candle and no bottom wick for a bullish candle, guys. I think you guys really enjoyed this video. Just take notes of this session. ഈ മാർക്കറ്റിൽ ഇത് വാച്ച് ചെയ്യുക, വാച്ച് ഫോർ candles with no wick, no top wick, no bottom wick, and please do like, share and subscribe. അപ്പോൾ patience is key and happy trading. അപ്പോൾ bye guys.